റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം മുതൽ 14-ാമത്തെ വാക്യം വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് രാത്രികാലം ഞാൻ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. 6-ാമത്തെ വാക്യവും കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മളൊന്ന് ചിന്തിച്ചിരുന്നു. ആ വാക്യത്തിനോട് ചേർന്ന് തന്നെ 14-ാമത്തെ വാക്യം വരെയും സംസാരിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യം, ഒരുവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ പാപം സംബന്ധമായി അവൻ മരിച്ച വ്യക്തിയാണ്. മരിച്ച വ്യക്തിയെക്കുറിച്ചുള്ളൊരു ഒരു 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 ദൃഷ്ടാന്തം ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. മരിച്ച വ്യക്തിക്ക് ഈ ലോകത്തിലുള്ള യാതൊന്നിനോടും ഒരു ആസക്തി ഇല്ലാതെ വണ്ണമായി, ഒരുപക്ഷെ പലതിനും ആസക്തി ഉള്ളവനായി ജീവിച്ചൊരു വ്യക്തിയായിരിക്കാം, പലതിനോടും ഇഷ്ടങ്ങളുണ്ടായിരുന്ന വ്യക്തിയായിരിക്കാം, പല ആഗ്രഹങ്ങളുള്ള വ്യക്തിയായിരിക്കാം. എന്നാൽ മരിച്ച വ്യക്തിക്ക് ഇതൊന്നും പിന്നെ ജീവിതത്തിൽ എന്ത് ചെയ്യത്തില്ല, ആഗ്രഹമായി നിലനിൽക്കുകയില്ല. പല ഉദാഹരണങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചിരുന്നു. അപ്പോൾ ആ മരിച്ച വ്യക്തിക്ക് ഈ ലോകത്തിലുള്ള യാതൊന്നിനോടും ഒരു ഭ്രമമോ താല്പര്യമോ ആഗ്രഹമോ ഇല്ലാതെ തൻ്റെ ജീവിതം എങ്ങനെയാണോ തന്നിൽ തന്നെ പൂർണ്ണമായി ഒരു സംതൃപ്തിയുടെ അനുഭവത്തിലേക്ക്, ഒരു കണ്ടൻമെൻറ്റിലേക്കും ഒന്നിനെക്കുറിച്ചുമുള്ള അതിയായ മോഹമില്ലാതെ താൻ എങ്ങനെയാണോ, അല്ലെങ്കിൽ ഒന്നിനെക്കുറിച്ചും താൻ ആഗ്രഹിക്കാത്തവനായി എങ്ങനെയാണോ ശേഷിക്കുന്നത്, അതുപോലെയാണ് ഒരു ദൈവപൈതൽ കർത്താവിൽ ജീവിക്കുമ്പോൾ പാപം സംബന്ധമായി അവൻ മരിച്ചിരിക്കുകയാണ്. മരിച്ച വ്യക്തിക്ക് യാതൊന്നിനോടും താല്പര്യമില്ലാതിരിക്കുന്ന ആ സാഹചര്യം പോലെ തന്നെ ഒരു ദൈവപൈതലിന് ഈ ലോകത്തിൽ ഭൗമികമായതും അപ്പോൾ തന്നെ തിന്മയായതിനും പാപസംബന്ധമായിരിക്കുന്നതിലും ഒന്നും ഒരു തരത്തിലും തന്നെ കളങ്കപ്പെടുത്താൻ കഴിയാത്തതായ ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ ഉടമയായി താൻ മാറുകയാണ് ചെയ്യുന്നത്. ഇതാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ആ വേദഭാഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചൊരു ഭാഗം. ഇന്ന് അതിനോട് തന്നെ ചേർന്ന് ഉള്ള ഒരു വിശദീകരണം എന്ന നിലയിൽ തന്നെ ഈ ദൈവസ്ഥലിൽ സ്വാതന്ത്ര്യം പ്രാപിച്ച വ്യക്തിക്ക് എങ്ങനെ ഈ സ്വാതന്ത്ര്യത്തിൽ മുന്നോട്ട് ജീവിക്കാനായിട്ട് കഴിയും, ഈ സ്വാതന്ത്ര്യം എങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഒരു ദൈവിക അനുഭവമായി വെളിപ്പെടുമെന്നുള്ളത് ഇന്നത്തെ ദൈവവചന ചിന്തനത്തിലൂടെ സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സോ ടുഡേയ്സ് മെഡിറ്റേഷൻ വുഡ് ബി പ്രൈമർലി ഫോക്കസിങ് ഓൺ ഫ്രീഡം ഫ്രം സിൻസ് പവർ. അതായത് ഈ പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള ഒരു പൂർണ്ണമായ വിടുതൽ. അതാണ് ഇന്ന് രാത്രികാലം അല്പസമയം നിങ്ങളോട് സംസാരിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഈ വാക്കുകളിലൂടെ നമ്മൾ മുമ്പോട്ട് സഞ്ചരിക്കുമ്പോൾ കൃത്യമായ ആലോചനകൾ, ഗൈഡൻസുകളും ദൈവം നമുക്ക് നൽകി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇൻ്റർനെറ്റിൽ അല്പം ഡിഫ്ലക്ഷൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മൈറ്റ് ബി. എനിവേ, എൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടെ ഞാനൊരു ഉദാഹരണത്തിലൂടെ ആ ഭാഗത്തേക്ക് കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 6-ാമത്തെ വാക്യം, നാം ഇനിയും പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ഈ വാക്ക് ശ്രദ്ധിക്കുമ്പോൾ ഞാനൊരു ഉദാഹരണത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരാം. പുരാതന കാലങ്ങളിലൊക്കെ ഈ അടിമ വ്യവസ്ഥ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് കരുതുക, ഇമാജിൻ ദാറ്റ് എ മാൻ വാസ് ബീൻ ബോൺ ഇൻ ടു എ സ്ലേവറി. പണ്ട് ചില ആളുകളൊക്കെ ജന്മനാ തന്നെ അടിമകളായി ജനിക്കുന്നവരുണ്ട്. So kindly imagine a person who has been born as a slave. അപ്പോൾ തന്നെ സംബന്ധിച്ച് ഈ അടിമത്തത്തിലുള്ള ജീവിതമല്ലാതെ മറ്റൊരു ജീവിതം താൻ കണ്ടിട്ടില്ല.
താൻ എന്നും ഒരു യജമാനന് കീഴ്പ്പെട്ട് തൻ്റെ യജമാനൻ്റെ ജോലി ചെയ്യുന്ന ഒരു ലോകവും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സംവിധാനങ്ങൾ മാത്രം കണ്ടിട്ടുള്ള ഒരു അടിമയ്ക്ക് തനിക്ക് ഈ ലോകത്തിൽ അറിയാവുന്ന ഒറ്റ തൊഴിലെന്ന് പറയുന്നത് തൻ്റെ യജമാനൻ പറയുന്നത് കേട്ട് അനുസരിച്ച് അവന് വേണ്ടി ജോലി ചെയ്യുക. മറ്റ് ലോകത്തിൻ്റെ സോഷ്യൽ ബീയിങ്ങിനെ കുറിച്ചൊന്നും അറിയാത്തതായ ഈ അടിമയ്ക്ക് താൻ ഒരു പൂർണ്ണ സമയ അടിമയായി ജീവിക്കുന്ന ഈ വ്യക്തിയെ സാധാരണഗതിയിൽ പുരാതന കാലങ്ങളിലൊക്കെ ഈ അടിമ കച്ചവടങ്ങളുണ്ട്. കച്ചവടത്തിന് വേണ്ടി ഇദ്ദേഹത്തെ കൈമാറാനായിട്ട് ഈ ഉടമസ്ഥൻ ഒരു ലേലം വിളിക്കുന്ന ഇടത്ത് ഈ അടിമയെ കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് ഈ അടിമ അവിടെ നിന്ന് തനിക്ക് വേണ്ടി വില പേശുകയാണ് ഈ ഉടമസ്ഥൻ. അങ്ങനെ വില പറഞ്ഞ് ഒരു മനുഷ്യൻ ഈ അടിമയെ എന്ത് ചെയ്തു? തൻ്റെ അടിമയായി താൻ ആ വ്യക്തിയെ അല്ലെങ്കിൽ ഈ അടിമയെ മേടിക്കുവാനായിട്ട് പണം കൊടുത്ത് മേടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഈ പണം കൊടുത്ത് മേടിച്ചതിന് ശേഷം എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ മേടിച്ച വ്യക്തി ഒരു വലിയ കരുണാനിധിയായി അല്ലെങ്കിൽ ഒത്തിരി കൃപാലുവായി ജീവിക്കുന്ന നല്ല അത്രമാത്രം അല്ലെങ്കിൽ നല്ല സ്നേഹവാത്സല്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ അടിമയെ മേടിച്ചത്. എന്നിട്ട് ഈ അടിമയുടെ സാഹചര്യങ്ങളൊക്കെ കണ്ടിട്ട് ഈ മേടിച്ച വ്യക്തി പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്, നിന്നെ സ്വതന്ത്രമാക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ക്രമീകരിക്കുകയാണ്, അതിന് വേണ്ടതായ രേഖകളൊക്കെ ഞാൻ തയ്യാറാക്കി നിൻ്റെ തരാം. നീ ഇനി മുതൽ അടിമയല്ല, നിനക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. ഇനി നീ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള വ്യക്തിയായി നിനക്ക് യഥേഷ്ടം എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. അങ്ങനെ ഈ മേടിച്ച വ്യക്തി ഇദ്ദേഹത്തിനുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ തയ്യാറാക്കി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇനി മുതൽ നീ അടിമയല്ല, ഇനി മുതൽ നീ ഒരു ഫ്രീ മനുഷ്യനാണ്, ഒരു സ്വാതന്ത്ര്യം പ്രാപിച്ച വ്യക്തിയാണ്. ഇത് കേട്ടപ്പോൾ അടിമയ്ക്ക് വളരെ സന്തോഷമായി. താൻ ഇനിയും ജോലിയൊന്നും ചെയ്യേണ്ട, തനിക്ക് ഈ ആളുടെ അടിമയായിട്ട് ജീവിക്കേണ്ട എന്നുള്ള സന്തോഷത്തിൽ വളരെ സന്തോഷത്തോടെ തൻ്റെ കയ്യിൽ കിട്ടിയ രേഖകളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഞാനൊരു സ്വാതന്ത്ര്യം പ്രാപിച്ച വ്യക്തിയാണ്, ഐ ആം ഫ്രീ നൗ, ഐ ഗോട്ട് മൈ ഫ്രീഡം എന്നൊക്കെ പറഞ്ഞ് നല്ല ഉല്ലസിച്ച് മുമ്പോട്ട് പോവുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ പഴയ യജമാനൻ്റെ അടുത്തേക്ക് താനൊന്ന് ചെന്ന് വിടുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കെ താൻ വീണ്ടും ഈ യജമാനനെ കണ്ടപ്പോൾ പറഞ്ഞു, എനിക്ക് ആക്ച്വലി അടിമ ജോലി അല്ലാതെ മറ്റൊരു ജോലി ചെയ്യാനായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് ഇനി എനിക്കറിയാം, ഈ ഡോക്യുമെൻ്റ് എൻ്റെ കയ്യിൽ കിട്ടിയതുകൊണ്ട് അതിൻ്റെ വില എന്താണെന്ന് എനിക്കറിയാം, അതിൻ്റെ സ്വാതന്ത്ര്യം എനിക്ക് ലഭിച്ചതിൻ്റെ കാര്യമൊക്കെ എനിക്കറിയാം, ഇതെല്ലാം ഐ നോ, ഇൻ്റലക്ച്വലി എനിക്കതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്, ഇതുകൊണ്ട് ഉണ്ടാകുന്ന ഗുണം എന്താണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ എനിക്ക് അങ്ങനെ ജീവിക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് അങ്ങ് ദയവ് ചെയ്തൊരു ഉപകാരം ചെയ്യണം, എന്നെ വീണ്ടും അങ്ങയുടെ അടിമയാക്കി എന്നെ വീട്ടിൽ കൊണ്ടുപോയി ഞാൻ അങ്ങയുടെ ജോലികളൊക്കെ ശിഷ്ടായുസ് മുഴുവൻ അങ്ങയുടെ ജോലി ചെയ്ത് ജീവിച്ചോളാം. അപ്പം ഈ പഴയ യജമാനന് വീണ്ടും സന്തോഷമായി. അങ്ങനെ ഈ അടിമയെ വീണ്ടും കൊണ്ടുപോയി. ഈ ഒരു ദൃഷ്ടാന്തത്തിൽ, ഈ ഒരു കഥയിൽ ഈ അടിമയ്ക്ക് ആക്ച്വലി ഒരു വലിയ മണ്ടത്തരമാണ് താൻ കാണിച്ചത്. തനിക്ക് കിട്ടിയ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, തനിക്ക് കിട്ടിയ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ ജീവിക്കാൻ കഴിയാതെ, അതിൽ തനിക്ക് മുന്നേറാൻ കഴിയാതെ, ആ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം തനിക്ക് അനുഭവിക്കാൻ കഴിയാതെ, വീണ്ടും ലഭിച്ച സ്വാതന്ത്ര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ ആ വ്യക്തിക്ക് വീണ്ടും ഒരു അടിമത്തത്വത്തിൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടതായിട്ട് വന്നു. ഈ ഒരു കഥയും ഈ ഒരു ദൃഷ്ടാന്തവും നിങ്ങളെ ഓർപ്പിക്കുമ്പോൾ ഈ വാക്യം അതുതന്നെയാണ് നമ്മളോടും പറയുന്നത്. നമുക്ക് ക്രിസ്തുവേശുവിൽ ലഭിച്ചിരിക്കുന്ന ഒരു വീണ്ടെടുപ്പുണ്ട്. അല്ലെങ്കിൽ 6-ാമത്തെ വാക്യം വായിക്കുക, ഇനി നാം പാപത്തിന് അടിമപ്പെടാതെ വണ്ണം, അല്ലെങ്കിൽ പാപത്തിന് നാം അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിൽ നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യനെ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അപ്പോൾ നമ്മുടെ പഴയ മനുഷ്യനായിരിക്കുന്ന പാപം നിറഞ്ഞ വ്യക്തി, അവൻ യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞു. നമുക്ക് ക്രിസ്തുവിൽ ഒരു സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. എന്നാൽ പലപ്പോഴും ഈ അടിമയായ വ്യക്തിക്ക് സംഭവിച്ചതുപോലെ ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ അറിയാത്ത, അല്ലെങ്കിൽ ജീവിക്കാൻ കഴിയാതെ, ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ ക്രിസ്തുവിലൂടെ ലഭിച്ചതായ പാപമോചനത്തിൻ്റെ ജീവിതത്തിൽ ജീവിക്കാൻ കഴിയാതെ
നാം പലപ്പോഴും വീണ്ടും പാപത്തിൽ തന്നെ തുടരുന്ന സാഹചര്യം ഉണ്ടാകുകയാണ്. വീണ്ടും പാപത്തിൻ്റെ അനുഭവത്തിലേക്ക് നാം വഴുതി വീഴപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നാം കടക്കുകയാണ്. ഇവിടെ ഒരു വാക്ക് എന്നെ വളരെ സ്പർശിച്ചത് എനിക്കത് എൻ്റെ മനസ്സിലേക്ക് വന്നത് 6-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം പറയുന്നത്, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ഫോർ നോയിങ് ദിസ്, ഞാൻ അറിയുന്നു പഴയ മനുഷ്യനെ എന്ത് ചെയ്തു, യേശു ക്രിസ്തുവിനോടൊപ്പം ക്രൂശിച്ചിരിക്കുകയാണ് എന്ന് ഞാൻ അറിയുന്നു. എങ്കിലും ഈ അറിയാവുന്ന കാര്യം വി ആർ നോട്ട് ഏബിൾ ടു എക്സസൈസ്. നാം രക്ഷിക്കപ്പെട്ടു എന്ന് എനിക്കറിയാമെങ്കിലും അത് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ കഴിയാത്ത സാഹചര്യം. അതാണ് റോമാലേഖനം 6-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നമ്മളോട് വസ്തുത അറിയിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതിനോട് ചേർത്ത് ഞാൻ പറയാം, this will bring this kind of the element which is been very frequent is trying to convey that we are not able to live within the freedom that we have been enjoying. So again we need to have a freedom from the power of the old sin. ആ പഴയ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് നമുക്ക് വീണ്ടും എന്ത് ചെയ്യണം, ഒരു വിടുതൽ ആവശ്യമാണ്. ഈ രാത്രികാലം 3 പ്രധാനപ്പെട്ട ചിന്തകൾ ഒന്നിച്ച് നിങ്ങളോട് സംസാരിച്ച് ദൈവവചനത്തിൽ നിന്ന് സംസാരിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇങ്ങനൊരു സാഹചര്യത്തിൽ വി ഹാവ് ടു നോ ദ ട്രൂത്ത് ഓഫ് അവർ പാസ്റ്റ്. എന്താണ് എന്നിൽ സംഭവിച്ചതെന്ന് നമുക്കറിയണം. എന്തെന്ന് ചോദിച്ചാൽ, നമ്മിൽ സംഭവിച്ചത് ഒരു പാപസംബന്ധമായ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ അതാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. പാപം സംബന്ധമായ ഒരു മരണം നമ്മിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മളിൽ ഒരു പുതിയ മനുഷ്യൻ വ്യാപരിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ട്രൂത്ത്. അതാണ് നമ്മൾ സംഭവിച്ചത്. എന്നാൽ വി ആർ നോട്ട് അവെയർ അബൌട്ട് ദ റിയാലിറ്റി ഓഫ് ദിസ് ഡെത്ത്. ഇങ്ങനെ ഒരു സംഭവം നമ്മളിൽ സംഭവിച്ചതിൻ്റെ വസ്തുതകൾ പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. കർത്താവ് മരിച്ചപ്പോൾ when he died, the old man of sin died with him. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ അവനോട് കൂടെ മനുഷ്യൻ്റെ സകല പാപത്തിൻ്റെ അനുഭവവും മനുഷ്യൻ്റെ സകല പാപ പ്രവർത്തികളും മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് കംപ്ലീറ്റഡ്. നമ്മുടെ ജീവിതത്തിൽ ആ പാപം സംബന്ധിക്കുന്ന അനുഭവത്തിന് ദൈവം ഒരു സമാപ്തി വരുത്തിയിട്ടുണ്ട്. വി ആർ ഡെഡ് ഇൻ സിൻ. പാപം സംബന്ധമായി നമ്മൾ മരിച്ചു. ഇറ്റ് ഈസ് കംപ്ലീറ്റഡ് ഫോർ എവർ. ബട്ട് ദ റിസൾട്ട് ഓഫ് ദാറ്റ് ഈവൻറ്റ് കണ്ടിന്യൂ ഓൺ ദി ഫ്യൂച്ചർ. നമുക്ക് പാപം സംബന്ധമായി മരിച്ചതിൻ്റെ അതിൻ്റെ അനുഭവം ഇനിയും ഈ ലോകത്തിൽ ശിഷ്ടായുസ് മുഴുവനും അതിൻ്റെ റിസൾട്ട് നമ്മളിൽ അനുഭവിക്കാനായിട്ട് കഴിയണം. അതാണ് പൗലോസ് ഓർപ്പിക്കുന്നത്. പാപം സംബന്ധമായി ഒരിക്കൽ നമ്മൾ മരിച്ചതാണ്. എന്നാൽ അതിൻ്റെ ഒരു പരിണത ഫലം തുടർന്ന് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മളിൽ നിന്ന് പ്രദർശിക്കപ്പെടണം. വീണ്ടും ആ പഴയ പാപത്തിൻ്റെ അനുഭവത്തെ തിരികെ വിളിക്കുന്നതല്ല, മറിച്ച് ഒരു ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് ഈ പാപം സംബന്ധമായി നാം മരിച്ചുവെങ്കിൽ ആ മരണത്തിൻ്റെ വ്യക്തമായ സൂചന നാം ലോകത്തിന് അറിയിക്കുക തന്നെ വേണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന അല്ലെങ്കിൽ ആത്മീയരായ അല്ലെങ്കിൽ നമ്മളിൽ സംഭവിക്കുന്ന ഒരു പരാജയം, നമ്മൾ പലപ്പോഴും ഇത് തിരിച്ചറിയുന്നില്ല. വി ആർ നോട്ട് ഏബിൾ ടു റിക്കൺ. അതാണ് 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാനത് പറയാം. അവിടെ പറയും, നിങ്ങൾ എണ്ണുന്നില്ല, എണ്ണുവിൻ എന്നാണ് പൗലോസ് ഓർപ്പിക്കുന്നത്. അപ്പം നമ്മൾ പാപം സംബന്ധമായി നമ്മളിലൊരു മരണമുണ്ടായെന്നും നമ്മൾ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനാൽ നമ്മളും ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ഒരു പുതിയ മനുഷ്യനാണെന്നുള്ള ആ റിസൾട്ട് നമ്മൾ മനസ്സിലാക്കാതെ വി ഡു നോട്ട് റിക്കൺ അവർ സെൽഫ് ആസ് എ ഡെഡ്. അതുകൊണ്ടാണ് ഇന്നും പാപം നമ്മളിലേക്ക് കടന്നു വരുന്നത്.
അപ്പോൾ എപ്പോഴാണോ പാപസംബന്ധമായി മരിച്ചു എന്നുള്ള ഹൃദയത്തിൽ ആ പൂർണ്ണ നിശ്ചയമുണ്ടാകുന്നത്, അപ്പോൾ നമ്മുടെ ജീവിതം പാപത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. എന്നാൽ ഇതെപ്പോഴെങ്കിലും മറന്നു പോകുമ്പോഴാണ് നമ്മൾ വീണ്ടും പാപികളായി മാറുന്നത്. ഇത് മറന്നു പോകുമ്പോഴാണ് വീണ്ടും പാപ സ്വഭാവം നമ്മളിൽ കയറുന്നത്. ഇത് മറന്നു പോകുമ്പോഴാണ് പാപത്തിൻ്റെ അനുഭവങ്ങൾ പലപ്പോഴും നമ്മുടെ ഉള്ളത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ദ റിയാലിറ്റി ഓഫ് അവർ ഡെത്ത്, ഇറ്റ് ഷുഡ് ബി ക്ലിയർ. ദ റിയാലിറ്റി ഓഫ് അവർ ഡെത്ത്, നമ്മളിൽ സംഭവിച്ച പാപത്തിൻ്റെ അനുഭവം. അപ്പോൾ തന്നെ ദ റിസൾട്ട് ഓഫ് അവർ ഡെത്ത്, ഈ പാപം സംബന്ധിച്ച് നമ്മളിൽ ഉണ്ടായ മാറ്റം എന്താണ്? അതായത് അവിടെ 6-ാമത്തെ വാക്യം വീണ്ടും വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്ന, ഇനിയും നാം പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വന്നു. ദ സിൻഫുൾ ബോഡി വാസ് ബീൻ ഡിസ്ട്രോയിഡ്. ആ പാപം സംബന്ധിക്കുന്ന, പാപം ഉൾക്കൊള്ളുന്ന പാപശരീരത്തിന് നീക്കം വന്നിട്ടുണ്ട്. നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് അറിയുന്നു. ഇപ്പം ഞാൻ അറിയുന്നുണ്ട്, ദാറ്റ് മൈ ഹ്യൂമൻ ഫ്ലെഷ് വിച്ച് ഈസ് കണ്ടാമിനേറ്റഡ് ബൈ സിൻ ഹാസ് ബീൻ ഡിസ്ട്രോയിഡ്. അതെന്നേക്കുമായി തകർക്കപ്പെട്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് ഇൻഎഫക്റ്റീവ്. എൻ്റെ പാപശരീരത്തിന് ഇനിയും എൻ്റെ മേൽ യാതൊരു അധികാരവും നടത്താൻ കഴിയത്തില്ല. ഇറ്റ് ഈസ് ഇൻഎഫക്റ്റീവ്. ഐഡിയൽ. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഈ ശരീരത്തിനകത്തുള്ള പാപം സംബന്ധിക്കുന്ന വിഷയത്തിൽ അതിന് പൂർണ്ണമായ നീക്കം വന്നിരിക്കുകയാണ്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ രാത്രികാലം വീണ്ടും നിങ്ങളോട് ദൈവാത്മാവിൽ ഓർപ്പിക്കുന്നൊരു കാര്യം, ഇത് നീക്കം വന്നെങ്കിൽ പിന്നെന്താണ് വീണ്ടും നമ്മളിൽ അത് തിരികെ വരുന്നത്? ഇഫ് ദാറ്റ് ഹാസ് ബീൻ നമ്മളിൽ നിന്ന് പൂർണ്ണമായി നീക്കപ്പെട്ടതാണെങ്കിൽ പിന്നെ നമ്മളെന്താ പാപത്തിൽ വീഴുന്നത്? പ്രൈസ് ദി ലോർഡ്. അതിന് കാരണം ദ ഓൾഡ് നേച്ചർ ഈസ് സ്റ്റിൽ the old nature is in line or is lived in our life. നമ്മുടെ ജീവിതത്തിൽ അത് വിട്ടിട്ടില്ല. The old nature is lined for sin. പഴയ മനുഷ്യൻ, പഴയ നേച്ചർ അത് പാപം ചെയ്യാനായിട്ട് രൂപകൽപ്പന ചെയ്തതാണ്. അത് നമ്മളിൽ തുടരുന്നതുകൊണ്ടാണ് നമ്മൾ പാപത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കാം, വിശ്വാസികൾക്ക് പിന്നെ പാപം ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ പാപത്തിൽ വീഴുമോ? ഉണ്ടാകും. 1 യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 8 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ എടുത്ത് വായിക്കേണ്ട. 1 യോഹന്നാൻ 8:10 വിശ്വാസികളോട് യോഹന്നാൻ പറയുമ്പോൾ പാപത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. പാപത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് അവിടെ വിവരിക്കുന്നുണ്ട്. 1 യോഹന്നാൻ്റെ സുവിശേഷം 1 യോഹന്നാൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നമുക്ക് പാപമില്ല എന്ന് പറയുന്നതെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. ഇത് യോഹന്നാൻ ലേഖനം വിശ്വാസികളോടാണ് പറയുന്നത്. നമുക്ക് പാപമില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമ്മളെ തന്നെ എന്ത് ചെയ്യുന്നു? വഞ്ചിക്കുന്നു. അപ്പോൾ വിശ്വാസികളിൽ പാപം ഉണ്ടാകുന്നുണ്ട്. യേശു കർത്താവ് നിത്യതയ്ക്ക് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന് പാപത്തിൽ നിന്ന് നമുക്ക് മോചനം പ്രാപിച്ചു എന്ന് വിശ്വസിക്കുമ്പോഴും മനുഷ്യനിൽ പാപം തിരികെ വരുന്നു. കാരണം we are not reckoning, we are not counting that we are a dead person. പാപത്തിൻ്റെ നിമിത്തം ഞാൻ മരിച്ചവനാണെന്നുള്ളത് തിരിച്ചറിയാവുന്നിടത്തോളം കാലം നമ്മളിൽ പാപമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഓർപ്പിച്ചിരിക്കുന്നത്, പാപം സംബന്ധമായി മരിക്കണം. മരിച്ച വ്യക്തിക്ക് പഴയതൊന്നും ഓർക്കാൻ കഴിയത്തില്ല. മരിച്ച വ്യക്തിക്ക് ഞാൻ ഏത് ഉടുപ്പിട്ടുകൊണ്ടാണ് കിടക്കുന്നതെന്ന് അറിയത്തില്ല. മരിച്ച വ്യക്തിക്ക് എന്തെങ്കിലും ഇനിയും ആഗ്രഹമുണ്ടെങ്കിൽ അതും വലിയ ക്രേവിങ്സ് ഒന്നിനോടും കാണത്തില്ല. മരിച്ച വ്യക്തിക്ക് ഈ ലോകത്തിലെ യാതൊരു വിഷയവും എനിക്ക് വേണമെന്ന് പറയത്തില്ല. എത്ര കോടീശ്വരനാണെങ്കിലും എത്ര പണം സമ്പാദിച്ച വ്യക്തിയാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഒരു 5 പൈസ പോലും തനിക്ക് വേണമെന്ന് ആഗ്രഹമില്ല. അത് തന്നെ, ആ അനലജി തന്നെയാണ് പൗലോസ് ഓർപ്പിക്കുന്നത്. നമ്മൾ പാപത്തിൽ മരിച്ചവരാണെങ്കിൽ പാപത്തിൻ്റെ യാതൊന്നും നമ്മളിൽ തുടരാൻ പാടില്ല. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
ഇന്ന് രാത്രികാലം ഒരു ആത്മപരിശോധനയും കൂടെ ഈ ദൈവവചന ക്ലാസ്സിൽ നമുക്ക് നടത്തണം. പാപം സംബന്ധിച്ച് മരിച്ചവനാണ് എന്ന് പറയുന്ന നമ്മൾ, കഴിഞ്ഞ ആഴ്ചകളിൽ വിശുദ്ധ കർത്തുമേശയൊക്കെ സ്വീകരിച്ചവരായ നമുക്ക് അത് നിത്യമായി അടയാളപ്പെടുത്തിയിരിക്കുന്നത് യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ തകർക്കപ്പെട്ടതിൻ്റെ അടയാളമായി സൂചനയെ ഓർമ്മയ്ക്കായി നമ്മൾ കർത്തുമേശയിലൊക്കെ ഭാഗവാക്കാകാനൊക്കെ നമ്മൾ അതിലേക്ക് തുനിയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മെസ്സേജ് എന്താണ്? ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയായി മാറി. യേശുക്രിസ്തുവിനെ ഞാൻ വിശ്വസിച്ചു. അവൻ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി രക്ഷ ചെയ്തു. അതുകൊണ്ട് ഞാൻ അവനെ വിശ്വസിക്കുന്നു, അവനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. ജലത്തിൽ സാക്ഷീകരിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്കായി എന്നെ തന്നെ ഏൽപ്പിച്ച് കാത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരായ നാമാണ് കർത്തുമേശയിൽ പങ്കെടുത്തത്. എന്നാൽ എവിടെയെങ്കിലും നമ്മുടെ ചിന്തകളിൽ പാപത്തിൻ്റെ ആദേശം ബാക്കി കിടപ്പുണ്ടോ? നമ്മുടെ സംസാരങ്ങളിലും നമ്മുടെ ഇടപാടുകളിലും മറ്റുള്ളവരെ വേദനിപ്പിക്കുകയോ മറ്റുള്ളവർക്ക് ദോഷം വരികയോ ദോഷികമായ നിലയിൽ നമ്മൾ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോഴെല്ലാം ഒരു കാര്യം ഓർക്കണം. Still there is a line, a small line of sin still continuing in your life. നമ്മുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ ഒരു ചെറിയ കണിക ബാക്കി നിൽക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനൊരു ശുശ്രൂഷൻ, എൻ്റെ കാര്യം തന്നെ അങ്ങ് പറയാം, അപ്പോൾ പിന്നെ ആർക്കും കുഴപ്പം വരത്തില്ലല്ലോ. ഇപ്പം ഞാൻ ഏതെങ്കിലും വ്യക്തിയോട് എനിക്കൊരു പ്രത്യേകമായ അസൂയയോ പ്രത്യേകമായ ഒരു ദേഷ്യമോ വിരോധമോ ഉണ്ടാകുന്നുവെങ്കിൽ ഞാൻ പാപം സംബന്ധമായി മരിച്ചിട്ടില്ല. എനിക്ക് ഒരു വ്യക്തിയോട് ഒരു പിണക്കമോ ഒരു വിദ്വേഷമോ തോന്നുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? പാപം സംബന്ധമായി ഞാൻ മരിച്ചിട്ടില്ല. പാപം സംബന്ധമായി മരിച്ചെങ്കിൽ ഒരു വ്യക്തിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മരിച്ച വ്യക്തിക്ക് ഇനി എത്ര വലിയ ദേഷ്യക്കാരനാണെന്ന് പറഞ്ഞാലും മരിച്ച വ്യക്തിക്ക് പിന്നെ ആരോടും ദേഷ്യം ഉണ്ടാകത്തില്ല. എത്ര വലിയ പിണക്കക്കാരനാണെന്ന് പറഞ്ഞാലും മരിച്ചു കിടക്കുന്ന ഡെഡ് ബോഡിക്ക് പിന്നെ ആരോടും പിണക്കമില്ല. മരിച്ചു കിടക്കുന്ന ആൾ എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ മരിച്ചു കിടക്കുന്ന വ്യക്തി പിന്നെ ആർക്കും ഒരു ദോഷവും ചെയ്യാൻ പോകത്തില്ല. അപ്പോൾ ആ മരണം എന്ത് സംഭവിക്കുന്നു? അവനിൽ ടോട്ടലി തൻ്റെ പഴയതിനെ ഇനഫക്റ്റീവ് ആക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തിൽ ആ മരണത്തിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയണം. The result of that death should be realized in our life. ആ മരണത്തിൻ്റെ പരിണതഫലമായ പാപം സംബന്ധമായി മരിച്ചതിൻ്റെ പരിണതഫലം നമ്മളിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ കഴിയണം. അത് കഴിയുന്നില്ലെങ്കിൽ we are still continuing in the sinful nature. Praise the Lord. That is the truth that has been happened in our life in the past. കഴിഞ്ഞ കാലത്ത് നമ്മൾ സംഭവിച്ചതാണിത്. എന്നാൽ ആ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നപ്പോഴാണ് അതിൻ്റെ ക്ലൈമാക്സ് അവിടെ കാണുന്നത്. വി ആർ നോട്ട് റിക്കണിങ്. അത് നമ്മൾ എണ്ണുന്നില്ല. എനിക്ക് വേണ്ടി കർത്താവ് മരിച്ചു എന്നുള്ളതിനെക്കുറിച്ചും ഞാൻ പാപം സംബന്ധിച്ച് മരിച്ചവനാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാകാതെ ആ അടിമയെക്കുറിച്ച് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എനിക്ക് അടിമത്തത്തിൽ നിന്ന് മോചനം ലഭിച്ചെങ്കിലും എനിക്കറിയത്തില്ല എങ്ങനെയാണ് അടിമത്തം ഇല്ലാത്തൊരു ജീവിതം നയിക്കണമെന്നുള്ളത്. അതുകൊണ്ട് എന്നെ വീണ്ടും അടിമയാക്കി ഞാൻ കൊണ്ടുപോയിക്കോളാം. അതാണ് നമ്മളിൽ സംഭവിച്ച ആ വലിയൊരു ഇഷ്യൂ. അപ്പോൾ പൗലോസ് അത് വരച്ചു കാട്ടുകയാണ്, വളരെ കൃത്യമായി ഓർപ്പിക്കുകയാണ്. പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം വേണം. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാലും പാപം ഇങ്ങനെ നമ്മളെ എത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴെങ്കിലും ഈ പാപത്തിൽ വീണാൽ നമ്മൾ പാപം സംബന്ധമായി മരിച്ചതിൻ്റെ ആ എഫക്റ്റ് എല്ലാം മാറി. അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ ഒരു സത്യത്തിൽ, അല്ലെങ്കിൽ പാപം സംബന്ധമായി മരിച്ച ഈ സത്യത്തിൽ നമുക്കൊരു പുതിയ പദവി തന്നിട്ടുണ്ട്. ആ വസ്തുതയും കൂടി നമ്മൾ ഓർക്കണം. അതാണ് 8-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്നും വിശ്വസിക്കുന്നു. അതിനോട് താഴോട്ടുള്ള വാക്യങ്ങൾ ഓരോന്നോരോന്നായി ഞാൻ പറയാം. അപ്പോൾ ഒന്നാമത്, the truth that happened in our life in the past, that is, we have been dead in sin, and through Jesus Christ our sinful deeds and our sinful actions and sinful nature has been totally removed from my life. That was the truth of the past. But the truth of our position today is our placement in Christ. നമ്മൾ എന്ത് ചെയ്യുന്നു? നാം
ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എങ്കിൽ അവനോടുകൂടെ എന്തു ചെയ്യും? ജീവിക്കുമെന്നും വിശ്വസിക്കുന്നു. വി ആർ ഇൻ ഹിം. അവനിൽ എന്തൊക്കെ മാറ്റമുണ്ടായിട്ടുണ്ടോ അത് എന്നിലും സംഭവിക്കുന്നു. ഞാൻ ജീവിക്കുന്നത് ഇനിയും ക്രിസ്തുവിലാണ്. ക്രിസ്തുവാണ് എന്നിലൂടെ ജീവിക്കുന്നത്. വി ആർ ഇൻ ഹിം. വാട്ട് അഫക്റ്റഡ് ഹിം ഹാസ് അഫക്റ്റഡ് അസ് ഓൾസോ. വി ലിവ് ഇൻ ഹിം. നാം അവനിൽ വസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വി ആർ ഇൻ പ്ലേസ്ഡ് വിത്ത് ക്രൈസ്റ്റ്. നമ്മൾ ക്രിസ്തുവിനോടുകൂടെയാണ് നമ്മളെ ചേർത്ത് വച്ചിരിക്കുന്നത്. പാപം സംബന്ധമായി നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ എന്ത് ചെയ്യുന്നു? ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. കർത്താവിനോട് ജീവിക്കണമെങ്കിൽ, കർത്താവിനോട് കൂടെ ജീവിക്കണമെങ്കിൽ കർത്താവിൻ്റെ സ്വഭാവമായിട്ട് നമുക്ക് മാച്ചിങ് ഉണ്ടാകണം. കർത്താവിനോട് ചേർന്ന് ജീവിക്കണമെങ്കിൽ കർത്താവിൻ്റെ സ്വഭാവത്തോട് കൂടെ നമ്മൾ മാച്ച് ആകണം. ആമോസ് പ്രവചന പുസ്തകം 3-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, രണ്ടുപേർ ഒരുമിച്ചിട്ടല്ലാതെ ചേർന്ന് നടക്കാൻ, ഒന്നിച്ച് നടക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ കർത്താവിനോടുകൂടെ ജീവിക്കണമെങ്കിൽ വി ഹാവ് ടു ബി അലൈൻ വിത്ത് ജീസസ് ക്രൈസ്റ്റ്. അവനോടുകൂടെ ജീവിക്കുന്നുവെങ്കിൽ ഇനി പഴയ പാപത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കാൻ കഴിയത്തില്ല. അവനോടുകൂടെ ജീവിക്കണമെങ്കിൽ ആ പാപത്തിൻ്റെ അനുഭവത്തിൽ നമുക്ക് തുടരാൻ കഴിയത്തില്ല. വി ആർ പ്ലേസ്ഡ് വിത്ത് ക്രൈസ്റ്റ്. പാപം സംബന്ധിച്ച് അല്ലെങ്കിൽ നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചത് നിമിത്തമായി അവനോടുകൂടെ ഇനി ജീവിക്കുകയും ചെയ്യുന്നു. ദ ന്യൂ റിയാലിറ്റി ഈസ് ദാറ്റ് വി ആർ ബീൻ ഡെഡ് ഇൻ ക്രൈസ്റ്റ് ആൻഡ് വി ആർ ബീൻ ലിവിങ് അഗെയിൻ ഇൻ ക്രൈസ്റ്റ്. നമ്മൾ അവനോടുകൂടെ ജീവിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ കർത്താവ് ഇന്ന് രാത്രിയിൽ എന്നോട് കൂടെ ജീവിക്കുന്നുവെങ്കിൽ, ഇഫ് ഐ ആം ഷെയറിങ് മൈ ലൈഫ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്, എൻ്റെ പാപം കർത്താവ് ഇഷ്ടപ്പെടുന്നുണ്ടോ? എൻ്റെ ചിന്തകൾ കർത്താവ് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഞാൻ ചിന്തിക്കുന്നത് കർത്താവിന് ഇഷ്ടമുള്ളതാണോ? ഞാൻ സംസാരിക്കുന്നത് കർത്താവിന് ഇഷ്ടമുള്ളതാണോ? കാരണം കർത്താവ് എൻ്റെ കൂടെ വസിക്കുകയാണ്, കർത്താവ് എൻ്റെ കൂടെ ജീവിക്കുകയാണ്. അപ്പം എൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ആ കർത്താവിന് ഇഷ്ടപ്പെടുന്നതാണോ ഞാൻ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്നത്? ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റോ വിരുന്നുകാരോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളും നമ്മുടെ പിള്ളേരും ഒക്കെ നല്ല ഡീസൻ്റായിട്ട് എന്ത് ചെയ്യും? ബിഹേവ് ചെയ്യും. കാരണം അന്നേരം അവർ നമ്മുടെ ചിലപ്പോൾ ആ വീട്ടിലെ ആ ഒരു വളരെ നാച്ചുറലായിട്ടുള്ള ബിഹേവിയർ ഒന്നും വരത്തില്ല. എന്നാൽ നമ്മളെ പൊളൈറ്റായിട്ട് നല്ല നിലയിൽ നല്ലതായിട്ട് എല്ലാവരോടും വളരെ, എന്നാൽ നമ്മുടെ തന്നെയുള്ള ലൈഫ് ചിലപ്പോൾ നമ്മൾ ഇറ്റ് വുഡ് ബി എ ഡിഫറെൻറ്റ് നേച്ചർ. എന്നാൽ ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിയുമ്പോൾ അവരുടെ മുന്നിൽ നമ്മൾ വളരെ ഡീസൻ്റായിട്ടിരിക്കും. കാരണം അവർക്കൊന്നും തോന്നരുത് നമ്മളുടെ എന്തെങ്കിലും ഇൻറ്റേർണലായിട്ടുള്ള കാര്യങ്ങളുടെ ഇഷ്യൂസ് ഒന്നും അവിടെ അറിയാൻ പാടില്ല. നമ്മൾ വളരെ ക്ലിയറായിട്ട് ജീവിക്കും. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മോട് കൂടെ വസിക്കുന്നുവെങ്കിൽ, ഇഫ് വി ആർ ജസ്റ്റ് ലിവിങ് വിത്ത് ക്രൈസ്റ്റ്, യേശു നമ്മുടെ അടുത്ത് നിൽപ്പുണ്ട്. യേശു നമ്മൾ പറയുന്നത് അവനും കേൾക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ ഇടപെടുന്നതും നമ്മൾ ആരെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നതൊക്കെ സൈഡിൽ നിന്ന് ആരുടെ കേൾക്കുന്നുണ്ട്? യേശുവും കേൾക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരുടെയെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ അത് യേശുവും കേൾക്കുന്നുണ്ട്. അമ്പടാ കള്ളാ, നീ എന്തോ ആരെക്കുറിച്ച് എന്താണ് ഈ പറയുന്നതെന്ന് യേശു ചിന്തിക്കുന്നുണ്ട്. നമ്മളത് ചിന്തിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. വി ആർ ലിവിങ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. അതല്ലേ 8-ാമത്, നാം ക്രിസ്തുവിനോട് മരിച്ചുവെങ്കിൽ അവനോട് കൂടെ ജീവിക്കും. സോ വി ആർ ലിവിങ് വിത്ത് ക്രൈസ്റ്റ്. നമ്മുടെ വാക്കുകൾ, നമ്മുടെ സംഭാഷണങ്ങൾ, നമ്മുടെ ചിന്തകൾ എല്ലാം നന്നായി അറിയാൻ, ചിന്തിക്കാൻ, ഒപ്പിയെടുക്കാൻ കഴിയുന്ന കർത്താവിന്, പ്രൈസ് ദി ലോർഡ്, നമ്മളുടെ കൂടെ വസിക്കുന്നുവെങ്കിൽ ഹൗ റെസ്പോൺസിബിൾ ഷുഡ് വി. അപ്പോൾ വി ആർ പ്ലേസ്ഡ് വിത്ത് ക്രൈസ്റ്റ്. നമ്മൾ ഇനി നിൽക്കുന്നത് കർത്താവിൻ്റെ കൂടെയാണ്. വീണ്ടും പൗലോസ് മുമ്പോട്ട് പറയുമ്പോൾ ദ ട്രൂത്ത് it is directly written that our placement in Christ, and secondly our patterns in Christ. നമ്മൾ ഇനി ചെയ്യുന്നതും കർത്താവിനോട് താദാത്മ്യപ്പെടുന്നതാണ്. ദ പാറ്റേൺ ഓഫ് അവർ ലൈഫ്. അതാണ് 9 മുതൽ താഴോട്ട്. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കിയാൽ ഇനി മരിക്കയില്ല, മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അടുത്തത്, അവൻ മരിച്ചത് പാപം സംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനിയും മരിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ഫാക്ട്, ദ പാറ്റേൺ ഓഫ് അവർ ലൈഫ് ഈസ് വി ആർ നോട്ട് നൗ എനിമോർ ഡെഡ് ഇൻ സിൻ,
ബട്ട് വി ആർ ഓൾറെഡി ഡെഡ് ആൻഡ് വി ആർ നൗ ലിവിങ് എ ന്യൂ ലൈഫ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിനോടുകൂടെ പുതിയൊരു ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമതൊരു മരണമില്ല. കർത്താവിൻ്റെ മരണത്തോടും നാം ഏകീഭവിച്ച് കഴിയുമ്പോൾ, അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനോട് നാം ഏകീഭവിച്ച് കഴിയുമ്പോൾ, ഇനി നമ്മൾ ജീവിക്കുന്നത് കർത്താവിനോട്. കർത്താവ് എന്നേക്കുമായി ജീവിക്കുന്നത് കൊണ്ട് നമ്മളിൽ ഇനി ഒരു മരണമില്ല. നമ്മളിലൊരു ഇനിയൊരു പാപത്തിൻ്റെ അനുഭവമില്ല. മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല. പാപത്തിൻ്റെ ശമ്പളം മരണം എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നുവെങ്കിൽ, മരണമാകുന്ന പാപത്തിൻ്റെ പരിണതഫലമായ മരണം രക്ഷിക്കപ്പെട്ട് വിശ്വാസിയായി തീർന്ന വ്യക്തിക്ക് ഇനി ഉണ്ടാകത്തില്ല. അപ്പോൾ മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല. വി ആർ നോട്ട് ഡൊമീനി, അല്ലെങ്കിൽ സിൻ ഈസ് നോട്ട്, ഓർ ദ ഡെത്ത് ഈസ് നോട്ട് ഡൊമീനിങ് ഓവർ അവർ. നമ്മുടെ മേൽ ഇനി ഒരു കർത്തൃത്വം നടത്താനായിട്ട് കഴിയത്തില്ല. മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നല്ലോ. അപ്പോൾ ഇനിയും നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ കേന്ദ്രിതമാണ്. ക്രിസ്തു ആഗ്രഹിക്കുന്നത് പോലെയാണ് ജീവിക്കുന്നത്. ഇനി നമ്മുടെ മേൽ ഒരു മരണത്തിന് യാതൊന്നും ചെയ്യാനായിട്ട് കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. സോ ദ കൈൻഡ് ഓഫ് പാറ്റേൺ ദാറ്റ് വി ആർ ലിവിങ്, ഇറ്റ് ഈസ് directly connected with the pattern of Christ. Praise the Lord. അവൻ ജീവിക്കുന്നു. യേശു ക്രിസ്തുവിൽ ഇനിയും മരണത്തിന് കർത്തൃത്വം നടത്താൻ കഴിയാത്തതുപോലെ നമ്മളുടെ മേലും ഇനി പാപത്തിന് കർത്തൃത്വം നടത്താൻ കഴിയത്തില്ല. എന്നാൽ എവിടെയൊക്കെയോ നമ്മൾ വീണ്ടും പാപത്തിന് നമ്മുടെ മേൽ കർത്തൃത്വം നടത്താൻ അനുവദിച്ചു കൊടുക്കുന്നില്ലേ? അതുകൊണ്ടല്ലേ നമ്മളിൽ വീണ്ടും പാപ സ്വഭാവങ്ങൾ കടന്നു വരുന്നത്. ഇൻഫാക്റ്റ് നാച്ചുറലി, അല്ലെങ്കിൽ ആസ് പെർ ദി ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ്, നമ്മളിൽ മേൽ ഇനി പാപം വാഴാനുള്ള സാധ്യത ഇല്ല. എന്നാൽ എവിടെയോ നമ്മളത് എണ്ണാത്തത് കൊണ്ട്, because we are not reckoning that we are dead, that is why we are still continuing in our sin. നമ്മൾ അതുകൊണ്ടാണ് വീണ്ടും പാപത്തിൽ ജീവിക്കേണ്ടി വരുന്നത്. എന്നാൽ ഇൻ ഫാക്റ്റ് ആ പാപം നമ്മളിൽ ഇല്ല. എന്നാൽ അറിഞ്ഞോ അറിയാതെയോ പാപത്തിൻ്റെ അനുഭവത്തിൽ നാം തുടരുകയാണ്. അറിഞ്ഞോ അറിയാതെയോ പാപത്തിൻ്റെ നേച്ചറിൽ നമ്മൾ തുടരുകയാണ്. കർത്താവ് നമുക്ക് വേണ്ടി പാപത്തിന് വേണ്ടി മരിച്ചു, അവൻ അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. നമ്മളിനും പാപത്തിന് കർത്തൃത്വം നടത്താൻ കഴിയത്തില്ല. എന്നാൽ നമ്മൾ എപ്പോഴാണോ അത് എണ്ണാതെ അതിനെ തൃണവൽക്കരിക്കുന്നത്, അതുവരെയും ആ പാപത്തിൻ്റെ ആദേശം നമ്മുടെ ചുറ്റിനും ഇങ്ങനെ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഈ ഞങ്ങളുടെ ഒരു ചർച്ചിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരോട്ട് പോകുമ്പം ഒരു സെമിത്തേരി കഴിഞ്ഞാണ് കുറച്ച് ആൾക്കാരുടെ വീട്ടുകളിലോട്ട് പോകേണ്ടത്. അപ്പം ഒരു ദിവസം ഈ യോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ആൾക്കാരെ കൊണ്ടുവിടണം. അന്നൊക്കെ ഈ നടന്നൊക്കെ പോകേണ്ടി വരും. നമ്മൾ ഈ വണ്ടിയൊന്നുമില്ല. ചിലരെയൊക്കെ ഈ നമ്മൾ നടന്ന് കൊണ്ടുവിട്ടിട്ട് വരണം. അപ്പം വെട്ടമൊക്കെ അടിച്ച് കൊണ്ടുപോകും. അപ്പോൾ ഈ കൊണ്ടുവിട്ടിട്ട് വരുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഈ സെമിത്തേരിയുടെ അടുത്തൂടെ പോകുന്നത്. അപ്പോൾ വർത്തമാനമൊക്കെ പറഞ്ഞ് തിരിച്ചു പോകും. തിരിച്ചു വരുമ്പം ഈ കൊണ്ടുവിട്ട കൂട്ടുകാരൻ പറഞ്ഞ സെമിത്തേരിയുടെ അടുത്തൂടെ പോകുന്നത്, നിനക്ക് പേടിയൊന്നും ഇല്ലല്ലോ ഇങ്ങനെ പറയുമ്പം നമ്മൾ തിരിച്ചു പോകുമ്പം അയ്യോ അത് അങ്ങനെ ചോദിച്ചുകൊണ്ട് നമുക്കൊരു പേടി അന്നേരം അങ്ങ് തോന്നിപ്പോവും, സെമിത്തേരിയുടെ അടുത്തൂടെ പോകും. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഞാനങ്ങ് പോയപ്പം ഇങ്ങനെ എല്ലാവരും പേടിപ്പിച്ചു. അപ്പം ഞാൻ അവസാനം അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, അത് ചുമ്മാ പറയുന്ന ആൾക്കാരൊക്കെ ചുമ്മാ പേടിപ്പിക്കാൻ പറയുന്ന. എന്നിട്ട് എല്ലാവരും ഇങ്ങനെ പറഞ്ഞടാ രാത്രിയിലൊക്കെ അവിടെ ഭയങ്കര ആൾക്കാരെ കണ്ടിട്ടുണ്ട്, അവിടെയൊക്കെ വിഷയങ്ങളുണ്ടെന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ പറയാം. അപ്പം ഞാനൊരു ദിവസം എന്തായാലും രാത്രിയിൽ എൻ്റെ കൂട്ടുകാരനെ കൊണ്ട് വിട്ടിട്ട് ഞാൻ തിരിച്ച് നടന്നു പോവുക. അപ്പം മനസ്സിലോട്ടൊക്കെ ഇതിങ്ങനെ വരുന്നുണ്ട്. അപ്പം ഉള്ളിലങ്ങ് ധൈര്യം സംഭരിച്ച് നമ്മൾ നടക്കുക. അങ്ങനെ ആ രാത്രിയിൽ ഞാൻ വളരെ ധൈര്യത്തോടെ നടന്ന് വീട്ടിൽ ചെന്നു. പിന്നെ അടുത്ത ദിവസങ്ങളിലെല്ലാം പോകുമ്പം പിന്നെ ഇത് പറയുമ്പോഴും ഇതൊന്നും വലിയ സീരിയസ് ആയിട്ട് തോന്നുന്നില്ല. അവിടെ സെമിത്തേരിയും കല്ലറയൊക്കെ ഉണ്ട്. 2-3 പ്രാവശ്യം പോയി കഴിഞ്ഞപ്പം എടാ ഇത്രയേ ഉള്ളൂ കാര്യം, ഇതിനാണ് നമ്മളിങ്ങനെ പേടിച്ച് പോകാതൊക്കെ ഇരുന്നത്. സോ ഇൻഫാക്റ്റ് അങ്ങനെ ഒന്നും ഇല്ല. എന്നാൽ നമ്മളെപ്പോഴാണോ അതങ്ങനെയല്ല എന്ന് എണ്ണാൻ തയ്യാറാക്കുന്നത്, അപ്പോഴേ നമ്മുടെ ആ ഭയത്തിൽ നിന്ന് പുറത്തു പോകാനായിട്ട് കഴിയത്തുള്ളൂ. എന്നതുപോലെ പാപം സംബന്ധമായി നമ്മൾ മരിച്ചു എന്നുള്ളത് എണ്ണാൻ കഴിയാത്തിടത്തോളം കാലം
നമ്മൾ പാപത്തിൽ തന്നെ നമ്മുടെ സ്വഭാവം തുടരേണ്ടി വരും. പാപത്തിൻ്റെ അനുഭവങ്ങൾ, നമ്മൾ ആ നേച്ചർ നമ്മളിൽ ജീവിക്കേണ്ടി വരും. എന്നാൽ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ച് പാപത്തിന് ഇനിയും എൻ്റെ മേൽ കർത്തൃത്വം നടത്താൻ കഴിയത്തില്ല, മരണത്തിന് എൻ്റെ മേൽ കർത്തൃത്വം നടത്താൻ കഴിയത്തില്ല എന്ന് ഞാൻ എപ്പോഴാണോ തിരിച്ചറിയുന്നത്, ദാറ്റ് ഈസ് ദ ടൈം വെൻ വി ആർ ഫ്രീ. വി ഗെറ്റ് ദ ഫ്രീഡം ഫ്രം ദി പവർ ഓഫ് സിൻ. പാപത്തിൻ്റെ ശക്തിയിൽ നമുക്ക് പൂർണ്ണ മോചനം ലഭിക്കുന്നത് വെൻ വി കൗണ്ട് അവർ സെൽഫ് ദാറ്റ് ഐ ആം ഡെഡ് ടു ദ സിൻ. പാപം സംബന്ധമായി ഞാൻ മരിച്ച വ്യക്തിയാണ്, ഇനിയും പാപത്തിന് എൻ്റെ മേൽ കർത്തൃത്വം നടത്താൻ കഴിയത്തില്ല. കർത്താവിനോടുകൂടെ ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, മരണത്തിന് ഇനി എൻ്റെ മേൽ കർത്തൃത്വം നടത്താൻ കഴിയത്തില്ല എന്ന് വിശ്വസിക്കുന്ന സമയമാണ് വാസ്തവത്തിൽ ദ ന്യൂ ക്രിയേറ്റഡ് ലൈഫ്. സോ അവർ പാറ്റേൺ ഇൻ ക്രൈസ്റ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. സോ ദാറ്റ് ഈസ് ദ ട്രൂത്ത് ഓഫ് അവർ പൊസിഷൻ. നമ്മൾ ക്രിസ്തുവിലാണ് ജീവിക്കുന്നത്, നമ്മൾ ക്രിസ്തുവിലാണ് ജീവിക്കുന്നത്. അടുത്ത ഭാഗം കൂടെ പറഞ്ഞ് രാത്രികാലം എൻ്റെ വാക്കുകളെ നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഫൈനലി ദ ട്രൂത്ത് ഓഫ് അവർ പൊട്ടൻഷ്യൽ, നമ്മളിൽ പകർന്നിരിക്കുന്ന ആ ദൈവിക ശക്തിയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് നിർത്തുമ്പോൾ നമ്മളത് വായിക്കുന്നു. അവണ്ണം നിങ്ങളും പാപം സംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. ഒന്നാമത്തെ കാര്യം പൗലോസ് പറയുന്നത്, യു ജസ്റ്റ് റിക്കൺ യുവർ സെൽഫ്, യു ഷുഡ് കൺസിഡർ യുവർ സെൽഫ് ദാറ്റ് യു ആർ നോ മോർ അണ്ടർ ദി ക്ലച്ചസ് ഓഫ് സിൻ. ഇനി നിങ്ങൾ ഒരിക്കലും പാപത്തിലല്ല ജീവിക്കുന്നതെന്ന് നിങ്ങളെ തന്നെ എണ്ണുവാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വാസ്തവത്തിൽ പിശാചല്ലേ നമ്മൾ വീണ്ടും പാപിയാണെന്നുള്ള ചിന്ത നമ്മളിൽ കൊണ്ടിടുന്നത്. എന്നാൽ പാപം സംബന്ധമായി മരിച്ചവരായ നമ്മളിൽ ഇനിയും പാപമില്ല എന്നെണ്ണാൻ കഴിയണം. എന്നാൽ എപ്പോഴെങ്കിലും ഈ ബോധ്യം ഉണ്ടാകുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ട് പാപപ്രവൃത്തികൾ നമ്മൾ ചെയ്യും. ഈ സ്വഭാവത്തിൽ എനിക്കിനിയും തുടരാൻ, അല്ലെങ്കിൽ പാപം സംബന്ധമായി ഞാൻ മരിച്ച വ്യക്തിയാണെന്ന് പറയുമ്പോൾ ഒരാളോട് നമുക്ക് പിണക്കം തോന്നത്തില്ല. പാപം സംബന്ധമായി ഞാൻ മരിച്ച വ്യക്തിയാണെന്ന് ഉള്ളിൽ എണ്ണാൻ കഴിയുന്നവർക്ക് മറ്റൊരാളോട് അയ്യോ ഈ സഹോദര എന്ന് അവനെ കാണാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. പാപം സംബന്ധമായി മരിച്ചു എന്ന് എണ്ണാൻ കഴിയുമ്പോഴാണ് മറ്റൊരാളെ നന്നെക്കാട്ടിൽ ശ്രേഷ്ഠൻ എന്ന് എണ്ണാനായിട്ട് കഴിയുന്നത്. പാപം സംബന്ധമായി നാം ഉള്ളിൽ മരിച്ചു എന്ന ബോധ്യം, when we are able to count ourselves that I am dead to sin എന്ന് കാണുമ്പോഴാണ് പ്രൈസ് ദി ലോർഡ് മറ്റുള്ളവരോട് കരുണയും ആർദ്രതയും സ്നേഹവും കാണിക്കാൻ തോന്നുന്നത്. എപ്പോഴാണോ പാപത്തിൽ ഞാൻ മരിച്ചിരിക്കുന്ന വ്യക്തിയാണ്, ഇനിയും പാപത്തിന് എൻ്റെ മേൽ കർത്തൃത്വം നടത്താൻ കഴിയത്തില്ല എന്ന് തോന്നുമ്പോഴാണ് നമ്മൾക്ക് മറ്റുള്ളവനോട് അസൂയ തോന്നാതെ അവനെ കരുതുവാൻ, സ്നേഹിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എവിടെയെങ്കിലും നമ്മൾ ജീവിതത്തിൽ ഇതുപോലുള്ള അനുഭവത്തിലൂടെ നാം കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കണം, പ്രൈസ് ദി ലോർഡ്, അത് നമ്മളിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റത്തെ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മൾ എവിടെയെങ്കിലും പാപത്തിൻ്റെ സ്വഭാവത്തിൽ നാം തുടരുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വിചിന്തനം ചെയ്യണം, നമുക്കൊന്ന് തിരിച്ചു ചിന്തിക്കണം. കർത്താവേ, പാപ സംബന്ധമായി ഞാൻ മരിച്ച വ്യക്തിയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എന്നിൽ ഈ ചിന്ത വരുന്നു? ഈ ചിന്ത പാപം സംബന്ധമായി മരിച്ച വ്യക്തിക്ക് ഉണ്ടാകേണ്ട ചിന്തയാണോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, മരിച്ച വ്യക്തി ഒന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല, മരിച്ച വ്യക്തി ഒന്നിനെക്കുറിച്ചും ആഗ്രഹിക്കുന്നില്ല, മരിച്ച വ്യക്തി തൻ്റെ സ്വന്തത്തിന് വേണ്ടി ചിന്തിക്കുന്നില്ല, മരിച്ച വ്യക്തി തനിക്ക് വേണ്ടി ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഒരു ഇനാക്റ്റീവ്നെസ് ഉണ്ടാകുന്നത് പോലെ പാപത്തിൻ്റെ സകല വിഷയത്തിലും നമ്മൾ ഓഫായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതൊരു കട്ടി ഉപദേശമല്ല, കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് പ്രമാണിക്കാനുള്ള ദൈവിക ഉപദേശം തന്നെയാണ്. പലപ്പോഴും ഇൻഫാക്റ്റ് പറയുന്ന ഞാനും എപ്പോഴെങ്കിലും ഇത് തിരിച്ചറിയാൻ കഴിയാതെ, എണ്ണാൻ കഴിയാതിരിക്കുമ്പോൾ എന്നിൽ കോപമുണ്ടാകാം, എന്നിൽ ദേഷ്യമുണ്ടാകാം, എന്നിൽ പിണക്കമുണ്ടാകാം, എന്നിൽ അസൂയ ഉണ്ടാകാം, എന്നിൽ അരുതാത്തത് സംസാരിക്കാനായിട്ട് തോന്നിയേക്കാം. ഇതെല്ലാം പറയാൻ തോന്നുന്നതിൻ്റെ കാരണം എന്താണ്? വെൻ ഐ ഫെയിൽ ടു റിക്കൺ മൈസെൽഫ് ദാറ്റ് ഐ ആം ഡെഡ് ടു സിൻ, ഞാൻ പാപത്തിൻ്റെ സംബന്ധിച്ച് മരിച്ചു എന്ന് എനിക്ക് തിരിച്ചറിയാൻ, എണ്ണാൻ കഴിയാതിരിക്കുമ്പോൾ റിയലി ഐ മിസ് ടു തിങ്ക് ദാറ്റ് ഐ ആം എ പ്രൈസ് ബോൺ അഗെയിൻ ചൈൽഡ്, ഓർ ഐ ആം എ പേഴ്സൺ ഹു ഈസ് ഡെഡ് ടു സിൻ. So we need to reckon ourselves.
എന്നിട്ട് അടുത്ത താഴോട്ട് അതിൻ്റെ 12-13 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ, ആകയാൽ പാപം നിങ്ങളുടെ ശരീരത്തിൽ അവൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനിയും വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവീൻ. Relinquish ourselves with the new life. നമ്മുടെ ശരീരത്തെ ഇനിയും പാപത്തിന് വേണ്ടി വിടരുത്. Sometimes it is we are yield to we need to yield to control our body. We are to allow him to regain the very nature of the godly nature in our life. അവിടെ പറയുന്ന, ആകയാൽ പാപം നിങ്ങളുടെ മധ്യശരീരത്തിൽ അവൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. നമുക്കിനി ഒരിക്കലും ഈ പാപത്തിൻ്റെ സ്വഭാവത്തിൽ അനുസരിച്ച് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകരുത്. പാപത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് അത് നമ്മിൽ വാഴരുത്, നമ്മുടെ ശരീരത്തിൽ വാഴരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആയുധങ്ങളായി, അവിടെ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നമ്മുടെ ലൈഫ് പാപത്തിൻ്റെ ഒരു ചട്ടുകമായി മാറരുത്. നമ്മുടെ ലൈഫ് ഒരിക്കൽ പോലും പാപം ചെയ്യാനുള്ള ഒരു മുഖാന്തരമായി മാറരുത്. രക്ഷിക്കപ്പെട്ട ദൈവവൈതലായിരിക്കുന്ന നമ്മൾ ഒരിക്കൽ പോലും നമ്മുടെ ശരീരമോ ചിന്തകളോ പാപത്തിൻ്റെ ചട്ടുകമായി മാറരുത്, പാപത്തിൻ്റെ ആയുധമായി മാറരുത്. We have to be very careful that my life should not be a weapon for sin. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിക്കുക. We need to surrender ourselves. We need to yield ourselves. We need to give our control of our body to Christ. We have to allow him to regulate our life. നമ്മുടെ ജീവിതം കർത്താവിൻ്റെ ആയുധമായി മാറുകയാണ്. അവിടെ നമ്മുടെ പാപത്തിൻ്റെ ആയുധമായി മാറുകയല്ല. പാപം ഇനി ഒരിക്കലും വാഴരുതെന്നാണ് പൗലോസ് നമ്മെ ഈ ലേഖനത്തിലൂടെ ഓർപ്പിക്കുന്നത്. ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നതും അത് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നമ്മുടെ ശരീരങ്ങളെയും ചിന്തകളെയും ഒന്നും പാപത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കരുത്. അവസാനമായി 14-ാമത്തെ വാക്യം വായിച്ചു നിർത്തുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. വി ആർ ബീൻ റിലീസ്ഡ്. പൗലോസ് അതൊരു വലിയ അഫർമേഷനായിട്ട് ലാസ്റ്റ് പറഞ്ഞു നിർത്തുകയാണ്. ഫോർ സിൻ ഷാൽ നോട്ട് മാസ്റ്റർ ഓവർ യു, ഫോർ യു ആർ നോട്ട് അണ്ടർ ദ ലോ ബട്ട് അണ്ടർ ഗ്രേസ്. സോ ഇൻ ഫാക്ട് പാപത്തിൽ നമുക്ക് റിലീസ് ലഭിച്ചിരിക്കുകയാണ്. പാപത്തിൽ നിന്ന് നമുക്ക് റിലീവ് ഓർഡർ ലഭിച്ചിരിക്കുകയാണ്. എന്നാൽ പലപ്പോഴും ആ റിലീവ് ഓർഡർ നമ്മൾ കൈപ്പറ്റാത്തിടത്തോളം കാലം വി ആർ സ്റ്റിൽ അണ്ടർ ദി ബോണ്ടേജ് ഓഫ് ദാറ്റ് സിൻ. കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു. കർത്താവിൻ്റെ കൃപയാൽ പാപത്തിൻ്റെ അനുഭവത്തിൽ നമ്മെ രക്ഷിച്ചു. ഇനി നമ്മൾ ഒരിക്കലും പാപത്തിൻ്റെ സ്വഭാവത്തിൽ മുന്നോട്ട് ജീവിക്കാനായിട്ട് പാടില്ല. ഓൾറെഡി ദ റിലീവിംഗ് ഓർഡർ ഹാസ് ബീൻ ഗിവൺ ടു യു ദാറ്റ് യു ആർ റിലീസ്ഡ് ഫ്രം ദി ക്ലച്ചസ് ഓഫ് ദി സിൻ. പാപം സംബന്ധമായ അനുഭവത്തിൽ നിങ്ങൾ എന്നേക്കുമായി മോചനം പ്രാപിച്ചിരിക്കുകയാണ്. ഐ ഗ്യാരണ്ടി യു, കർത്താവ് നമുക്കത് എന്നേക്കുമായി തീർപ്പ് കൽപ്പിച്ചിരിക്കുകയാണ്. ബട്ട് അണ്ടിൽ ആൻഡ് അൺലെസ് വി ആർ ഏബിൾ ടു റിക്കൺ അവർ സെൽഫ്, അത് നമ്മളിൽ തിരിച്ചറിയാത്തോടത്തോളം കാലം sin will be master over us. Sin will control our life. But when we realize that we are not under the law but we are under grace, sin will not counter our life. സിന്നിന് ഒരിക്കലും നമ്മുടെ ജീവിതത്തെ, പാപത്തിന് ഒരിക്കലും നമ്മുടെ ജീവിതത്തെ തകർക്കാനായിട്ട് കഴിയുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഈ രാത്രികാലം, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ അനുഭവത്തിന് അല്ലെങ്കിൽ പാപത്തിൻ്റെ ശക്തിക്ക് അതിൽ നിന്നുള്ള പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യം ആണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. വി ആർ സം ടൈം സ്റ്റിൽ അണ്ടർ ഗോയിങ് ടു ദി ക്ലച്ചസ് ഓഫ് ദി പവർ ഓഫ് ദി സിൻ. പാപത്തിൻ്റെ ശക്തിക്ക് നമ്മൾ വീണ്ടും വിധേയപ്പെടുകയാണ്. എന്നാൽ
അങ്ങനൊരു ഫാക്ട് റിയാലിറ്റിയിൽ നമ്മുടെ ജീവിതത്തിലില്ല. എവിടെയോ എങ്ങനെയോ പിശാച് നമ്മളെ വീണ്ടും മയക്കുകയാണ്. പിശാച് നമ്മളെ വീണ്ടും മയക്കുകയാണ്. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ അടിമയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്തു, ലീഗലി വളരെ പ്രൂഫ് സഹിതം ഡോക്യുമെൻ്റ് സഹിതം അവൻ്റെ കൈ കൊടുത്തിട്ടുണ്ട്. ബട്ട് ഹീ ഈസ് നോട്ട് വില്ലിങ് ടു ടേക്ക് ഹിസ് ഫ്രീഡം. അവന് കൊടുത്ത സ്വാതന്ത്ര്യം അവൻ ഉപയോഗിക്കാനായിട്ട് താല്പര്യമില്ല. ഹി ഈസ് ഡൂയിങ് എ റോങ് തിങ്, ഗോയിങ് ബാക്ക് ടു ദി മാസ്റ്റർ. ആ യജമാൻ്റെ അടുക്കിലേക്ക് വീണ്ടും മടങ്ങിപ്പോവുകയാണ്, അടിമത്തത്തിലേക്ക് വീണ്ടും പോവുകയാണ്. ഹി ഹാസ് ദ റൈറ്റ് ഇൻ ഹിസ് ഹാൻഡ്. അവൻ്റെ കയ്യിൽ അവന് കിട്ടിയ മുദ്രപത്രമുണ്ട്. അവൻ എന്നേക്കുമായി മോചനം പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളത് അവൻ്റെ കയ്യിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നാളുകളായ വിശ്വാസികൾ എന്ന നിലയിൽ മോചനത്തിൻ്റെ സത്യം നമ്മുടെ കയ്യിലുണ്ട്. നാളുകളായി കർത്താവ് നമ്മെ വീണ്ടെടുത്തു എന്നുള്ള ആ സത്യം നമ്മൾ മുറുകെ പിടിക്കുകയാണ്. എന്നാൽ അറിഞ്ഞോ അറിയാതെയോ വീണ്ടും പാപത്തിലേക്ക് നമ്മൾ പോകുന്നില്ലേ? ഇന്ന് രാത്രികാലം നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യാം. ഇന്ന് രാത്രികാലം നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. എവിടെയെങ്കിലും പാപത്തിൻ്റെ അനുഭവത്തിൽ നാം വീണ്ടും വാഴുന്നുണ്ടെങ്കിൽ, അത് നമ്മൾ കർത്തൃത്വം നടത്തുന്നുണ്ടെങ്കിൽ, അത് നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ, വി നീഡ് ടു റിക്കൺ, വി നീഡ് ടു count ourselves that we are no more under the clutches of sin. കാരണം കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ ആ വീണ്ടെടുപ്പ് നമുക്ക് വേണ്ടി പകർന്നിട്ടുണ്ട്. ഈ രാത്രികാലം നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിൽ നിന്ന് ഏകാഗ്രമാകട്ടെ. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പാപസംബന്ധമായ ഹല്ലേലൂയ വിഷയത്തിൽ നിന്ന് എനിക്ക് ആ ബോധ്യം വീണ്ടും എൻ്റെ ലൈഫിലേക്ക് ഒന്ന് പകർന്നു തരണമേ.